ACV ന്യൂസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ശരണം ശബരീശം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായി ശരണം ശബരീശത്തിലൂടെ സ്വാമി അയ്യപ്പൻ്റെ സവിശേഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുതിയ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമ്മോടൊപ്പമുള്ളത് ശബരിമലയിലെ മുൻ മേൽശാന്തി തെക്കേമഠം വിഷ്ണു നമ്പൂതിരി അവർകളാണ്. സ്വാഗതം. സ്വാമി ശരണം. എന്തായാലും നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ സവിശേഷമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ശരണം ശബരീശം എന്നുള്ളതാണ്. ശരിക്കും ശബരി എന്ന് പറയുന്നത് ശബരിമലയിലെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. അത് സാക്ഷാൽ ശ്രീരാമചന്ദ്രനാൽ മോക്ഷം പ്രാപിച്ചിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ശബരിമല എന്ന് പറയുന്നത് തന്നെ ആ ശബരിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു മലയാണ്. അനവധി മലകൾ അടങ്ങുന്നതാണ് നമുക്ക് ആ ശബരിമലയുടെ കാനന ഭംഗി പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കും. ശബരി മാമുനി എന്ന് പറയുന്നത് രാമായണത്തിലെ ശ്രീരാമചന്ദ്രന്മാർക്ക് അവർ സീതാന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അവർക്കൊരു വഴികാട്ടിയായി മാർഗദർശിയായി ഉപദേശങ്ങൾ നൽകിയ ഒരു മാതാവാണ്, ഒരു മഹാമതിയായ മാമുനിയാണ് ശബരി. അങ്ങനെ ശബരി എന്ന് പറയുന്ന ആ മുത്തശ്ശി ആ ശബരിയുടെ ആശ്രമത്തിൽ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് ചെന്നപ്പോഴാണ് ശ്രീരാമചന്ദ്രന് ഈ ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധവും രാവണനുമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും ഇന്ന രീതിയിൽ പോകണം എന്നൊരു മാർഗദർശിയായി മാറിയത് ശബരിയാണെന്ന് രാമായണത്തിലൂടെ എല്ലാ വിശ്വാസികളും എല്ലാ ഹൈന്ദവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ദിവ്യമായ ആ മാമുനി വസിച്ചിരുന്ന മലയാണ് ശബരിമല. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ശബരിമല ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രമൊക്കെ ഉണ്ടായിരിക്കണം എന്നില്ല. ഒരു പക്ഷേ അതിനു മുമ്പ് വിശ്വാസങ്ങൾക്ക് അനുസൃതമായി ഒരുപക്ഷെ അന്ന് ഏതോ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് കഥകളിലൂടെ പറയുന്നുണ്ട്. എങ്കിലും ഈ മലയിൽ ആ സ്മരണയ്ക്കായിട്ടാണ് ശബരിപീഠം എന്ന് പറയുന്ന ഒരു സന്നിധാനം അവിടെ വെച്ചിട്ടുണ്ട്. ശബരി പോകുന്ന വഴിയിൽ ശബരിപീഠത്തിൽ ദർശിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ശബരി മാമുനി മാർഗദർശിയായി പ്രവർത്തിച്ച ആ ദിവ്യമായ മലയിലാണ് ഓരോ ഭക്തനും ശബരിമലയിലെ ധർമ്മശാസ്താവിനെ ദർശിക്കുവാൻ വേണ്ടി എത്തുന്നത്. അപ്പം ആ ശബരിമലയുടെ ഗുരുസ്ഥാനീയമായ ആ മാമുനി നമ്മുടെ ജീവിതത്തിലും അവിടെ എത്തുന്ന, അവിടെ സങ്കടത്തോടും സന്തോഷത്തോടെയും എല്ലാം എത്തുന്ന, ഭഗവാന്റെ ഭാഗത്തിൽ ആത്മസമർപ്പണത്തിന് വേണ്ടി എത്തുന്ന ഓരോ ഭക്തനും ഒരു മാർഗദർശിയായി ആ ദിവ്യ ചൈതന്യം ഇന്നും അവിടെയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം ഈ കഠിനവ്രതത്തിലും എല്ലാം പറയുന്ന ആ സാക്ഷാത്കാരം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന്, ശബരിമല ദർശനം എല്ലാ വർഷവും നടത്തുന്ന ഒരു ഭക്തന് അവൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിബദ്ധങ്ങളെയും തരണം ചെയ്യുവാൻ, അതിനെ നേരിടുവാൻ എല്ലാം അയ്യപ്പൻ ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഓരോ ഭക്തനും ഒരു കഴിവ് അവന് കൊടുക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടൊപ്പം ഈ ദിവ്യമായ മാമുനിയുടെ ഒരു അനുഗ്രഹവും ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. എന്തായാലും ശരിക്കും നമ്മൾ ഈ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശബരിമലയിൽ ഒരുപാട് സവിശേഷതകളുണ്ട്. അത് ആചാരങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാകട്ടെ, ദൈനംദിന കാര്യങ്ങളിലാകട്ടെ, പ്രസാദങ്ങളിലാകട്ടെ, മറ്റ് സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നാക്കലിയിലും തുമ്പിലയിലും ഒക്കെ പ്രസാദം വിതരണം ചെയ്യുമ്പോൾ ശബരിമലയിൽ റാക്കില എന്ന് പറയുന്ന ഒരു ഇലയിലാണ് വിതരണം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ശബരിമലയിലെ എല്ലാ ആചാരങ്ങൾക്കും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. താന്ത്രികവിധാനം അനുസരിച്ചുള്ള അടിസ്ഥാനപരമായ കുറേ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ ആചാരങ്ങളിലെല്ലാം എല്ലാ വിശ്വാസങ്ങൾക്കും എല്ലാ വ്യത്യാസങ്ങളും നമുക്ക് ദർശിക്കാം. കാരണം അതൊരു കാനന ക്ഷേത്രമാണ്. ഒരു കാലഘട്ടത്തിൽ കാനനത്തിൽ നിന്നും ലഭിച്ചിരുന്ന ഫലമൂലാദികൾ വരെ ഒരു പക്ഷേ അന്ന് നിവേദ്യം കഴിച്ചിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ നിന്നുള്ള വാഴയിലയോ അല്ലെങ്കിൽ അതേപോലുള്ളതായ ദ്രവ്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത കാലഘട്ടത്തിൽ അവിടെ നിന്ന് സുലഭമായി ലഭിച്ചിരുന്നത് ഈ റാക്കില ആയിരുന്നിരിക്കണം. ആ റാക്കിലയിൽ അന്ന് മുതൽ ഭഗവാന്റെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചു തുടങ്ങി. ഇന്നും അനുസ്യൂതം അത് തുടർന്ന് പോരുകയുമാണ്. പക്ഷേ ഇന്ന് ഈ റാക്കില ലഭിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ റാക്കില ധാരാളമായി വളർന്നിരുന്ന ആ സ്ഥലങ്ങളിലെല്ലാം ഇന്ന് കോൺക്രീറ്റ് സൗധങ്ങൾ വന്നുപോയി. ആയിക്കഴിഞ്ഞപ്പോൾ ഈ റാക്കില എടുക്കുവാൻ വേണ്ടി ആ മലയുടെ അഗാധ ഗർത്തത്തിൽ താഴെ ഇറങ്ങിപ്പോകണം. അവിടെ വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും ഒക്കെ ധാരാളം ഉണ്ടതുകൊണ്ട് അവിടെ പോയി എടുക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. എങ്കിലും അവിടെ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് മിക്കവാറും ആ മല
ഭാഗങ്ങളിൽ താമസിക്കുന്നവരാണ്. അവരാണത് ശേഖരിച്ച് കൊണ്ടുവരുന്നത്. ശരിക്കും കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ സവിശേഷമായിട്ടുള്ളതാണ് ഈ ഭാഷ ദേശാന്തരങ്ങൾക്കപ്പുറമുള്ള ആൾക്കാർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ ദേശക്കാരാണ് ഈ ശബരിമലയിൽ വരുന്നത്. അങ്ങനെയുള്ള വിവിധ ആൾക്കാരൊക്കെ തന്നെ മേൽശാന്തിമാരെ കണ്ട് വണങ്ങിയാണ് പോകുന്നത്. അങ്ങനെ ആ ഭാഷക്കാരുമായിട്ടുള്ള ഒരു അടുപ്പം അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അതൊരു വലിയ പാഠം, ഒരു അനുഭവം തന്നെയാണ്. കാരണം ജീവിതത്തിൽ ശബരിഗിരീശനെ പൂജിക്കുവാൻ കിട്ടിയ അവസരം എൻ്റെ ജീവിതത്തിൽ ധാരാളം ബന്ധുക്കളെയും ധാരാളം സുഹൃത്തുക്കളെയും കൂടി എനിക്ക് ലഭിച്ചു എന്നുള്ളത് വേണം പറയാൻ. കാരണം അയ്യപ്പനിലൂടെ എനിക്ക് ലഭിച്ചത് പുതിയൊരു ജീവിതമായിരുന്നു. അങ്ങനെ അനവധി ഭാഷകളിൽ അനവധി വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ധാരാളം ആൾക്കാരവിടെ വരികയും ആ പൊന്നുതമ്പുരാൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ ദാസൻ എന്നുള്ള ആ ഒരു അംഗീകാരം വെച്ചുകൊണ്ട്, ആ ബഹുമാനം വെച്ചുകൊണ്ട് മേൽശാന്തിയെ സന്ദർശിക്കാൻ വരുന്നവരെല്ലാം അനവധി ഭാഷകൾ പറയുമെങ്കിലും അവനെല്ലാം അറിയാവുന്ന ഒരു ഭാഷയുണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞ സ്വാമി ശരണമയ്യപ്പ. എങ്കിലും അവൻ പറയുന്ന ഭാഷകൾ നമുക്ക് കുറച്ചൊക്കെ ഭാഷാശൈലി നമുക്ക് അറിയില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ, അവൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. അതെന്തോ ഭഗവാന്റെ ഒരു അനുഗ്രഹം. അതിന് അവനെല്ലാം അയ്യപ്പനാണ് എന്ന് പറയുന്ന ഒരു ഔഷധം വാക്കുകൊണ്ട് നമുക്ക് നൽകുവാനും സാധിച്ചു. അയ്യപ്പനെ ഭജിച്ചുകൊള്ളൂ, അയ്യപ്പനാണ് സർവസ്വവും എന്ന് നമുക്ക് ഉപദേശം അവന് കൊടുക്കുവാനും ആ ദിവ്യമായ വാക്കുകൊണ്ടുള്ള ഔഷധം അവനെ ഫലവത്താവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയണം. ആ ഭാഷകളുള്ളവരെ ഒന്നും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ഭക്തൻ്റെ മനസ്സിനെ അറിയുവാൻ ധാരാളം സാധിച്ചു എന്നുള്ളത് ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ശബരിമലയിലെ നമ്മൾ ഇനി അടുത്തൊരു കാര്യം പറഞ്ഞ ഭസ്മക്കുളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതിൻ്റെ എന്താണ് ഐതിഹ്യം? ഒരു കാലഘട്ടത്തിൽ ഭസ്മക്കുളത്തിൽ ഭഗവാനെ അഭിഷേകത്തിനും അതേപോലെ ഭഗവാന്റെ എല്ലാ കാര്യങ്ങൾക്കും എടുത്തിരുന്നത് ഈ ഭസ്മക്കുളം എന്ന് പറയുന്ന ആ ദിവ്യതീർത്ഥത്തിൽ നിന്നായിരുന്നു. അന്ന് വേറെ ജലസ്രോതസ്സുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല. ഇന്ന് അനവധി ജലസ്രോതസ്സുകൾ ഉള്ളതുകൊണ്ട് ഭസ്മക്കുളം ഇന്ന് അവിടെ നിലകൊള്ളുന്നു. അവിടെ എത്തുന്ന ഭക്തന്മാർ ഈ ശയനപ്രദർശനത്തിനൊക്കെ മുമ്പായിട്ട് ആ ഭസ്മക്കുളത്തിൽ മുങ്ങി വരുന്നു എന്നുള്ളതാണ്. അനവധി പ്രാവശ്യം ഭസ്മക്കുളത്തിൻ്റെ സ്ഥാനവും അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളതായിട്ടാണ് അറിവ്. പണ്ടേ നമുക്ക് ഈ താന്ത്രിക വിധാനം അനുസരിച്ച് പൂജ ചെയ്യുമ്പോൾ തച്ചുശാസ്ത്രപ്രകാരം സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ ഓരോ സ്ഥാനത്ത് നിർണ്ണയിച്ച് ഭസ്മക്കുളം നിർമ്മിച്ചിട്ടുണ്ടാകും. ആ ഭസ്മക്കുളത്തിൽ അന്ന് ആ ജലസ്രോതസ്സായി ഭഗവാൻ ഉപയോഗിച്ചിരുന്നു. ഇന്ന് പക്ഷേ ശ്രീലകത്തേക്ക് ആവശ്യമുള്ള ജലം വേറെ സ്രോതസ്സുകൾ ലഭിക്കുന്നതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല. എങ്കിലും ആ ദിവ്യമായ ആ ഭസ്മക്കുളം ഇന്നും ഭഗവാന്റെ തീർത്ഥമായി പരിണമിച്ച് അവിടെ നിലകൊള്ളുന്നു. അതിൽ ഭക്തന്മാരുമായി മുങ്ങി കുളിച്ചു വന്നാണ് ശയനപ്രദക്ഷിണം തുടങ്ങിയ ആചാരങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത്. ശരിക്കും ഈ മണികണ്ഠൻ എന്ന് പറയുന്ന നമ്മളെ പന്തള രാജകുമാരൻ ആണ് എന്നുള്ളതാണ്. ഈ ശബരിമലയും പന്തള രാജ്യവും തമ്മിലുള്ള ബന്ധം. പന്തള രാജ്യം എന്ന് പറയുന്നത് പന്തള രാജവംശത്തിലെ രാജശേഖരൻ എന്ന് പറയുന്ന ആ തമ്പുരാന്, ആ രാജാവിന് സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചിരുന്ന കാലത്ത് സാക്ഷാൽ പരമശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഭക്തന്മാരായ പന്തളം രാജകൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ വിശ്വാസത്തിലൂടെയുള്ള ആ തപസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നായാട്ടിനായി പോയപ്പോൾ പമ്പാ തീരത്ത് വെച്ചിട്ടാണ് ഈ ഒരു ബാലനെ കിട്ടുന്നത്. ആ ബാലൻ്റെ കഴുത്തിൽ ഒരു മണി ഉള്ളതുകൊണ്ട് അവിടെ വെച്ച് മണികണ്ഠൻ എന്ന് നാമകരണം ചെയ്യുന്നു. അത് ഈ ശിവവിഷ്ണു സമന്വയത്തിൽ ആ സംഗമത്തിൽ ലഭിച്ച ഒരു പുണ്യപുത്രനാണെന്നും അത് അവിടെ നീ കൊണ്ടുപോയി നിൻ്റെ മകനായി വളർത്തിക്കൊള്ളൂ എന്ന് അവിടെ നിന്ന് ഏതോ ഒരു സന്യാസി വരൻ ഉപദേശം കൊടുത്തു വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വിഷ്ണുവും ശിവനും ഉൾക്കൊള്ളുന്ന ആ വൈഷ്ണവ ശൈവ സംഗമമായി ലഭിച്ച ആ ദിവ്യപുത്രനെ കൊണ്ടുപോയി വളർത്തിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ അത് ഏതോ ഒരു സ്വാമി അവിടെ നിലകൊണ്ടിരുന്നു. ആ സ്വാമി ആര് എന്നുള്ളൊരു ചോദ്യം ഇന്നും അവശേഷിക്കുകയാണ്. അങ്ങനെ പന്തളൻ രാജാവിന് അവിടെ നിന്ന് ലഭിച്ച പുത്രനെ പന്തളത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു കുട്ടി അവിടെ ജനിച്ച് വളർന്ന് എല്ലാ രാജ്യ അവകാശങ്ങളും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവകാശങ്ങളിലും അവകാശിയായിരിക്കുന്ന ആ പുത്രൻ
കാലാകാലങ്ങൾ അനുഷ്ഠിക്കേണ്ട വിദ്യയും അതേപോലെ ആയോധന കലകളും എല്ലാം അഭ്യസിച്ച് പരിപൂർണമായി യൗവനയുക്തനായി കഴിഞ്ഞപ്പോൾ അവതാര ദൗത്യം എന്ത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ മഹിഷി മർദ്ദനം അല്ലെങ്കിൽ മഹിഷി സംഹാരമാണ് എന്ന് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് യാത്രയാകുകയാണ്. അതിന് കഥകളിലൂടെ പുലിപ്പാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കഥ വിസ്താരഭയം കൊണ്ട് പറയുന്നില്ല. അങ്ങനെ തിരിച്ച് ശബരിമലയിലെ അവൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് ശബരിമല സന്നിധാനത്തിൽ ഭഗവാൻ പോയി കുടികൊണ്ടെന്നും ആ അയ്യപ്പസ്വാമി അവിടെയുള്ള ആ ദിവ്യമായ ആ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു എന്നാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് ഈ പന്തളം രാജാവ് ആ വിലയം പ്രാപിച്ച ദേവനെ ഒരിക്കൽ കാണാൻ ചെത്തുമ്പോൾ വർഷത്തിലൊരിക്കൽ അച്ഛൻ എന്നെ വന്ന് കാണുമെന്നും ആ കാണുന്ന അവസരത്തിൽ അവർ സർവാഭരണ ഭൂഷിതനായി കാണാൻ വേണ്ടിയാണ് അദ്ദേഹം അന്ന് നിർമ്മിച്ച തിരുവാഭരണം ഇപ്പോഴും അദ്ദേഹം തന്നെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അങ്ങ് നേരത്തെ പറഞ്ഞ പുലിപ്പാൽ എന്നുള്ളത് ഈ നമ്മുടെ ഈ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ അയ്യപ്പൻ്റെ ഈ ചരിത്രമൊക്കെ നോക്കുമ്പോഴേക്കും പ്രധാനമായിട്ട് നമ്മൾ കഥകളിലും അതേപോലെ തന്നെ മന്ത്രങ്ങളിലും വാജിവാഹനൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെയാണ് ഈ പുലിവാഹനൻ എന്ന് പറയുന്നുണ്ട്. ഈ പുലിപ്പാലെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അയ്യപ്പൻ പിന്നെ കുതിരപ്പുറത്താണ് കാനനത്തിലേക്ക് പോയത്. തിരിച്ച് പിന്നെ പുലിയുടെ പുറത്ത് ആണ് കൊട്ടാരത്തിലേക്ക് വരികയും ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ഈ നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ധ്വജത്തിൻ്റെ മുകളിൽ വാജിയാണ്. അതിനെക്കുറിച്ചൊന്ന് അത് ഈ അയ്യപ്പൻ അല്ലെങ്കിൽ ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞ പൂജാവിധാനത്തിൽ വാഹന സങ്കല്പമായി വരുന്നത് വാജിയാണ്, അശ്വം, അതായത് കുതിരയാണ്. പക്ഷേ അയ്യപ്പൻ എന്ന് പറയുന്ന അവതാരമൂർത്തി പുലിപ്പുറത്തും ആനപ്പുറത്തും എല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം ചില സ്ഥലങ്ങളിൽ ആനപ്പുറത്ത് ഭഗവാൻ സഞ്ചരിച്ചതായിട്ടും കഥകളുണ്ട്. അതേപോലെ പുലിപ്പുറത്തും, അങ്ങനെ പുലിപ്പുറത്തും ആനപ്പുറത്തും എല്ലാം സഞ്ചരിച്ചതുകൊണ്ട് ആ സങ്കല്പമെല്ലാം ഉണ്ടെങ്കിലും പൂജാവിധാനങ്ങളിൽ ഇപ്പോഴും അത് നിഷ്കർഷിച്ചിട്ടുള്ളത് വാജിവാഹനമാണ്, കുതിര തന്നെയാണ്. അതാണ് ആ പ്രതീകമായി ധ്വജത്തിൻ്റെ മുകളിലായിട്ട് അവിടെ കുതിരയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ധർമ്മശാസ്താവിനെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ എന്നാണ് നാം വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതായത് പ്രപഞ്ചത്തിലെ സർവസ്വസിനും നായകനായവൻ, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടമായിരിക്കുന്ന ഈ ഭൂമിയുടെ മുഴുവൻ അധിപനായവൻ എന്ന് തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസവും. കാര്യം ഈ കലിയുഗത്തിലെ കൺകണ്ട ദൈവമായിട്ടാണ് അയ്യപ്പനെ കാണുന്നത്, ധർമ്മശാസ്താവിനെ കാണുന്നത്. ഈ ധർമ്മത്തിന് അധപ്പതനം സംഭവിച്ച ഈ കാലഘട്ടത്തിൽ ധർമ്മശാസ്താവ് തന്നെയാണ് അഭയം നൽകേണ്ടത്. ധർമ്മത്തെ ശാസിക്കുന്നവൻ അല്ലെങ്കിൽ ധർമ്മത്തെ പരിപാലിക്കുന്നവൻ തന്നെയാണ് അയ്യപ്പൻ എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ധർമ്മത്തിനേക്കാളുപരി അധർമ്മത്തിന് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്ന ഈ കാലഘട്ടമാണ്. അപ്പോൾ അവിടെ നിന്നും ധർമ്മത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ ധർമ്മത്തെ ശാസിക്കുന്ന ദേവൻ, അതേപോലെ 5 ഭൂതങ്ങളുടെയും പഞ്ചഭൂതനാഥനായ ഭൂതാദിനാഥൻ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രപഞ്ച സത്യത്തെ മുഴുവൻ, ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നായകനായിട്ട്, ബ്രഹ്മാണ്ടത്തിനെ മുഴുവൻ നയിക്കുന്നവനായ നായകൻ, ആ ഒരു വിശ്വാസത്തിലാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ. ഇനി എടുത്തു പറയേണ്ട ഒരു സവിശേഷത, ഈ ശരണംവിളി എന്നുള്ള ഒരു പ്രാർത്ഥനാ ഗീതം അല്ലെങ്കിൽ പ്രാർത്ഥനാ രൂപം വേറെ ഒരു ദേവന്മാർക്കും വേറെ ഒരു ക്ഷേത്രങ്ങളിലും ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ പൂർവികമായിട്ട് ആചാര്യന്മാർ കൽപ്പിച്ചു തന്നിട്ടുള്ള ഓരോ ശരണം വിളിയിലും അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ആ ഭഗവാന്റെ സായുജ്യ സാന്നിധ്യ സാമീപ്യങ്ങളെല്ലാം. അനാഥ രക്ഷകനെ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവർക്ക് മനസ്സറിഞ്ഞ് നമുക്കറിയാം, അനാഥത്വം നമുക്ക് തോന്നുന്ന അവസരത്തിലെല്ലാം രക്ഷകനായി എത്തുന്ന ഒരു മഹാമൂർത്തിയാണ് അനാഥ രക്ഷകൻ. ശരിക്കും സ്വാമി അയ്യപ്പനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഓരോ ഭക്തനും അത് കേൾക്കുന്നവർക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ ഓരോ രീതിയിലാണ് സ്വാംശീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അയ്യപ്പൻ വിഭിന്നമായിട്ടുള്ള രീതിയിലായിരിക്കും. അങ്ങയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ പുരോഹിതനായിരുന്നിട്ടുണ്ട്, മേൽശാന്തിയായിട്ടുണ്ട്, തന്ത്രിയായിട്ടുണ്ട്, ഇപ്പോഴും തന്ത്രിയാണ്. പക്ഷേ ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുമ്പോഴും ഈ കാനനവാസനായിട്ടുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ അങ്ങ് പുരോഹിത വൃത്തി നടത്തിയപ്പോൾ എങ്ങനെയാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും സവിശേഷമായി കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒരു വ്യത്യാസം അനുഭവപ്പെടുന്ന ഒരു സങ്കേതമാണ്, ഒരു സവിധമാണ് ശബരിമല. അവിടുത്തെ ആരാധനാമൂർത്തിയിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പരിപൂർണമായി ഭജിക്കുന്ന ഒരു
വ്യക്തിക്ക് മാത്രമേ ആ ഭഗവാന്റെ ഈ പാദസേവ ചെയ്യുവാൻ അവസരം ലഭിക്കുകയുള്ളൂ. അതിൻ്റെ അഗാധത എനിക്ക് മനസ്സിലാക്കി. ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, എത്രയോ പുരോഹിതന്മാർ, എത്രയോ ശാന്തിക്കാർ അവനവൻ്റെ കുലധർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം പരിപൂർണമായി നിത്യകർമാനുഷ്ഠാനങ്ങളെല്ലാം പരിപാലിച്ചുകൊണ്ട് വരുന്ന എത്രയോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരും പുരോഹിതന്മാരുമുണ്ട്. അവർക്കാർക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഈ ശബരീശൈലത്തിലെ ഭഗവാന്റെ പാദസേവ ചെയ്യുവാൻ. പക്ഷെ അതിൽ നിന്നും ഭഗവാൻ തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം, ഒരു നൂറ്റാണ്ടിൽ 100 പേർക്ക് മാത്രമേ അതിന് ഭാഗ്യം ലഭിക്കുകയുള്ളൂ. നമ്മൾ ഒരു നൂറ്റാണ്ട് പോലും ജീവിച്ചിരിക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു നൂറ്റാണ്ടിൽ 100 പേർക്ക് ലഭിക്കുന്നതിൽ ആ 100-ലൊരുവനായിട്ടാണ് എന്നെ ആ അയ്യപ്പസ്വാമി അവിടെ തിരഞ്ഞെടുത്തത്. അവിടെ മുതൽ തന്നെ നമുക്കറിയാമല്ലോ, പരിപൂർണമായി അയ്യപ്പൻ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മസമർപ്പണത്തോടെ ആ തിരുസന്നിധിയിലേക്ക് പൂജയ്ക്ക് വേണ്ടി പോയതാണ്. അവിടെ മറ്റെന്തിനേക്കാളിലും ഉപരി ആ പാദസേവ തന്നെയാണ് മുഖ്യം എന്ന് വിശ്വസിച്ച് പോയപ്പോൾ അവിടുത്തെ ആചാരങ്ങളെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ പൂർണ്ണ മനസ്സർപ്പിച്ചുകൊണ്ടാണ് അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതും സാധിച്ചതും. അതിൽ ഉണ്ടായ എല്ലാ അനുഭവങ്ങളിലും ഇന്നും പാഠങ്ങളായി തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു. അതായി ഇന്ന് ജീവിതത്തിൽ എന്നെ നയിക്കുന്നതും അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളും, അവിടെ നിന്ന് കിട്ടിയ സന്ദേശങ്ങളും, അവിടെ നിന്ന് കിട്ടിയ ഉപദേശങ്ങളും, അവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളുമാണ്. ഇപ്പോൾ ശരിക്കും നമുക്ക് ഈ ഹൈന്ദവ ദർശനം അനുസരിച്ച് അല്ലെങ്കിൽ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴേക്കും വിഘ്നേശ്വരനെ ഭജിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ പമ്പ മഹാഗണപതിയെ സംബന്ധിച്ച് ഒരുപാട് പാട്ടുകളിലൊക്കെ തന്നെ ശീർഷകങ്ങളായിട്ടും കഥകളിലും ഭജനകളിലും ഒക്കെ തന്നെയുണ്ട്. പമ്പ ഗണപതിയുടെ സവിശേഷത. പമ്പ ഗണപതി നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു കാര്യത്തിനും തുടക്കത്തിൽ വിഘ്നേശ്വരനായിരിക്കുന്ന ഭഗവാനെ വന്ദിക്കുക. വിഘ്നേശ്വരന് അതുതന്നെ ശബരിമല തീർത്ഥാടനം നമ്മൾ കെട്ടൊക്കെ മുറുക്കി നമ്മുടെ സ്വഭവനത്തിൽ നിന്ന് തുടങ്ങിയാലും ആ ഭഗവാന്റെ പുണ്യമായ ശബരിമലയിലേക്കുള്ള ആ യാത്ര ആരംഭിക്കുന്നത് പമ്പയിൽ നിന്നാണ്. പമ്പയിലെത്തി എരുമേലി വഴിയാണെങ്കിലും ഏത് വഴി പോയാലും പമ്പയിലെത്തി ഭഗവാന്റെ ആ ശബരിമല കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിനു മുമ്പായി തന്നെ നമുക്കറിയാം, ഇത്രയും സൗകര്യങ്ങളും ഇത്രയും ആൾക്കൂട്ടവും എല്ലാം സംഭവിച്ചത് അടുത്ത കാലത്താണ്. പൂർവികരൊക്കെ പോയപ്പോൾ തികച്ചും കാട്ടിലൂടെ വഴി വെട്ടിത്തെളിച്ചാണ് ഒരു കാലഘട്ടത്തിൽ പോയിരുന്നത്. അന്ന് വഴികളൊന്നും ഇത്രത്തോളം സുലഭമായിട്ട് പോകത്തക്ക സംവിധാനങ്ങളുണ്ടായില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു വിഘ്നങ്ങളുമില്ലാതെ, ഒരു ആപത്തുകളുമില്ലാതെ ഞങ്ങളെ പരിപാലിക്കണമേ എന്നുള്ള ഭയഭക്തിയോടെ ആ ഭഗവാൻ ദർശനത്തിന് വേണ്ടിയാണ് പമ്പാ ഗണപതിയെ അന്നവിടെ നമ്മൾ സ്വീകരിച്ച് ആ പമ്പാ സവിധത്തിലെത്തി ഭഗവാനിൽ പ്രാർത്ഥന നടത്തി. അതുമാത്രവുമല്ല, കാനനത്തിലൂടെ നടന്നു വരുമ്പോൾ ഒരു നാൾ പമ്പയിൽ വന്ന് വിശ്രമിച്ച് അയ്യപ്പന്മാരെല്ലാം കൂട്ടമായി ചേർന്ന് അവിടെ വെച്ച് പമ്പ സദ്യ, അവിടെ വെച്ച് ഭക്ഷണമെല്ലാം തയ്യാറാക്കി. അറിയാം, പല ഭാഗത്തു നിന്ന് ഭക്തന്മാരെല്ലാം ആ പമ്പയിലെത്തി അവിടെ വെച്ച് സുലഭമായ ശുദ്ധമായ പമ്പാജലത്തിൽ എടുത്താണ് അന്ന് പൈപ്പൊന്നുമില്ലല്ലോ, ഈ ജലമെടുത്ത് അവിടെ വെച്ച് ആ ഭക്ഷണം പാചകം ചെയ്ത് അവരെല്ലാവരും കൂടെ ചേർന്ന്, കേരളീയനും തമിഴനും തെലുങ്കനും എല്ലാവരും കൂടെ ചേർന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള ഭക്ഷണമാണ്. അതെല്ലാം എല്ലാവരും കഴിച്ച് ഭജനയും പാട്ടുമെല്ലാമായി ഒരു ദിനം അവിടെ കഴിച്ചു കൂട്ടിയിട്ടാണ് ശബരിമലയിലോട്ടുള്ള ആ യാത്ര തുടങ്ങുന്നത്. ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പായി പമ്പാ ഗണപതിയെ നമിക്കുന്നു. എല്ലാ പൂജകൾക്കും ഏത് സംരംഭങ്ങൾക്കും തുടക്കം വിഘ്നേശ്വരനായതുകൊണ്ട് ആ പമ്പയിലെ വിഘ്നേശ്വരനെയും ഇന്നും എന്നും ഭജിച്ചിട്ട് വേണം ശബരിമല കയറുക. ഇനി അത് കഴിഞ്ഞ് മുകളിലോട്ട് വരുമ്പോഴേക്കാണ് നമ്മുടെ ഈ ശരംകുത്തിയാൽ, അതിനെക്കുറിച്ചൊന്ന് പറയാം. ശരംകുത്തിയാലിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരംകുത്തിയാലിൽ എരുമേലി വഴി വരുന്നവർ കരിമലയിൽ നിന്നും എടുക്കുന്ന ഒരു ശരത്തെ ശരംകുത്തിയാലിൽ കൊണ്ടുവന്ന് കുത്തി പോവുക എന്നുള്ളതൊക്കെ ഒരു ആചാരമായിട്ട് നിലനിൽക്കുന്നു. പക്ഷേ ഭഗവാൻ അവിടെ പന്തളം കൊട്ടാരത്തിൽ നിന്നും ശബരിമലയിലേക്ക് യാത്ര തിരിച്ചപ്പോൾ അവിടെ തപസ്സിന് വേണ്ടി, അവിടെ യോഗനിദ്രയ്ക്ക് വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരവും വില്ലുമെല്ലാം ഈ ശരംകുത്തിയിൽ നിക്ഷേപിച്ചു എന്നുള്ള ഒരു വിശ്വാസവുമുണ്ട്. ആ വിശ്വാസങ്ങളെല്ലാം അങ്ങനെ നിലനിൽക്കെ തന്നെ അവിടെ എത്തുന്ന ഓരോ ഭക്തനും കന്നിമല കയറി വരുന്നവർ ശരംകുത്തിയാലിൽ ഒരു ശരത്തെങ്കിലും നിക്ഷേപിച്ചിട്ട് വേണം വരാൻ എന്നും വിശ്വാസങ്ങൾ. അങ്ങനെ അനവധി വിശ്വാസങ്ങളാണ്. അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ലിഖിതമല്ലാത്ത, അല്ലെങ്കിൽ ഒരു നിയമസംഹിതയിൽ ഉൾക്കൊള്ളിക്കാത്ത വിശ്വാസങ്ങളാണ്. അവിടുത്തെ വിശ്വാസത്തിൻ്റെ പ്രമാണം തന്നെ അവൻ്റെ അനുഭവങ്ങളാണ്. ഓരോ ഭക്തനും അവിടെ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളിലൂടെ അവൻ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസങ്ങൾ അവൻ അനുഭവങ്ങളായി മാറുകയാണ്.
അതിന്നും പരിപാലിച്ചു പോരുന്നു. അതുകൊണ്ട് കന്നിമല വരുന്ന എല്ലാ അയ്യപ്പന്മാരും ആ ശബരി പീഠത്തിൽ ആ ശരംകുത്തിയാലിൽ ഒരു ശരത്തെ നിക്ഷേപിച്ചിട്ടാണ് എത്തുക. ആ വിശ്വാസത്തിലാണ് ഇന്നും ശരംകുത്തിയാൽ വഴിയെ കന്നിമല വരുന്ന അയ്യപ്പന്മാരെല്ലാം ശരംകുത്തിയാൽ വഴിയാണ് സന്നിധാനത്തിൽ എത്തുന്നത്. എന്തായാലും ഈ അങ്ങ് പറഞ്ഞതുപോലെ ഓരോ ഭക്തനെ സംബന്ധിച്ചിടത്തോളവും ആ ഓരോ മണ്ഡലകാലത്തും മകര വിളക്ക് കാലത്തും അവന് കിട്ടുന്ന അനുഭവങ്ങൾ അവൻ്റെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും പുതുജീവിതത്തിലേക്ക് അവനെ ആനയിക്കുകയും വീണ്ടും അടുത്ത മണ്ഡലകാലം അല്ലെങ്കിൽ മകരവിളക്ക് വീണ്ടും ആ ദർശന പുണ്യത്തിനായി കാത്തിരിക്കുകയും നിൽക്കുന്ന ഒരു മഹാ അത്ഭുതമായിട്ടുള്ള ക്ഷേത്ര സന്നിധിയാണ് ശബരീശം. ഈ ശബരീശൻ്റെ അത്ഭുത കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ പറഞ്ഞാൽ ഇനി ഒരുപാട് നമ്മൾ 1-2 എപ്പിസോഡിലൊന്നും തീരില്ല. സമയബന്ധിതമായി ഈ എപ്പിസോഡ് തീർക്കണമെന്നുള്ളതുകൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. നന്ദി, നമസ്കാരം.